നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ക്രോമപ്പേട്ടിൽ വന്നു. അപ്പോൾ നിങ്ങൾ ഇതിനോടകം നമ്മൾ ഓയോ റൂം ബുക്ക് ചെയ്ത് പണി കിട്ടിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്താണെങ്കിലും അന്നത്തെ ഒരു ദിവസം അവിടെ താമസിച്ചു. അതിനുശേഷം ഞാൻ റൂം ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 1400 റേഞ്ചിൽ 24 hours എന്താ പറയുക AC റൂം കിട്ടിയിട്ടുണ്ട്. സിംഗിൾ റൂമാണ്. അത് ഓക്കെ, അഫോർഡബിൾ ആണ്. കാര്യം ഞാനിവിടെ അപ്പോൾ തിരക്കി നോക്കിയപ്പോൾ AC റൂമിൽ അത്രയും ചാർജസ് ഉണ്ട്. ഓക്കെ, എന്താണേലും പിന്നെ ഇവിടെ എത്തി എനിക്ക് അടുത്തത് ഫേസ് ചെയ്തൊരു ഇഷ്യൂ, നമ്മളിപ്പം എവിടെയെങ്കിലും ഒരു ഓട്ടോക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല ചാർജ് മേടിക്കും. അപ്പോൾ ഞാൻ അതിനൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നോക്കിയപ്പോഴാണ് ഇവിടെ രണ്ട്, അതായത് ഈ ക്രോമപ്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മെയിനായിട്ട് രണ്ടാണ്. റാപ്പിഡോ ഉണ്ട്, ഓലയുണ്ട്, അതുപോലെ യൂബറും ഉണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ നെറ്റ്വർക്ക് ഉള്ളത് ഓലയ്ക്കും, ഓല എന്ന് പറഞ്ഞ ആപ്പിനും റാപ്പിഡോ എന്ന് പറഞ്ഞ ആപ്പിനുമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, നമ്മൾ ഇതിന് രണ്ടിനും ബൈക്കുണ്ട്. നമുക്ക് ബൈക്ക് ബുക്ക് ചെയ്തിട്ട് റൈഡ് പോകാൻ പറ്റും. അതുപോലെ ഓട്ടോ ഉണ്ട്, ഓലയാണെങ്കിൽ ഓട്ടോ ഉണ്ട്, ഇത് രണ്ടിനും ഓട്ടോ ഉണ്ട്, കാറുണ്ട്, പ്രീമിയം കാറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതെങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. വളരെ കംഫർട്ടബിൾ ആണ്, അതുപോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ബൈക്കിന് ട്രാവൽ ചെയ്യെങ്കിൽ, ബൈക്കിന് പോകണമെങ്കിൽ വേറൊരു ഗുണം കൂടെ, ട്രാഫിക് ഒക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിനൊരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എന്താ പറയുക, ആക്സിഡൻ്റൽ ചാൻസസ് കൂടുതലാണ്. അറിയാലോ, 2 വീലറിൽ യാത്ര ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടെ കണക്കാക്കുക. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ചെന്നൈ ഈ ഏരിയയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വീഡിയോ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ, അല്ല ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ അറിയാം, ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കണ്ടിരിക്കണം. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഡാറ്റ ഉറപ്പായിട്ടും ഓൺ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷനില്ലേ, ലൊക്കേഷൻ ഇവിടെ ഞാൻ എൻ്റെ ഓട്ടോമാറ്റിക്കലി ഓണാണ്. ഇപ്പോൾ ഇങ്ങനെ ഓഫായി കിടക്കുന്നവരാണെങ്കിൽ ടേൺ ഓൺ ലൊക്കേഷൻ ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം ഇത് ചെയ്യുന്നതിന് മുമ്പേ. അല്ലെങ്കിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ള ലൊക്കേഷൻ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ലൊക്കേഷൻ ഓണായി കൊടുത്തതിന് ശേഷം നമ്മുടെ ആപ്പിൽ സെർച്ച് ചെയ്യുക. ഞാനിവിടെ റാപ്പിഡോയും ഓലയും ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ ആപ്പ് സെർച്ചിൻ്റെ കൂടെ റാപ്പിഡോ ഒന്ന് അടിച്ചു കൊടുക്കുക. RIP എന്ന് അടിച്ചാൽ മതി. ഇതേ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഒരു സിമ്പിൾ. ഇപ്പം ഡൗൺലോഡ് ചെയ്യേണ്ടവരാണെങ്കിൽ റാപ്പിഡോ എടുക്കുമ്പം ഈ സിമ്പിൾ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനൊന്നുമില്ല, നമ്പർ കൊടുക്കുക, അത്രേ ഉള്ളൂ. OTP വരും സെയിം ടൈം. പിന്നെ ഇത് ഒരു ഫ്ലെക്സി ഫെയറിൻ്റെയാണ്. അത് ഒരു ഫെയറിൻ്റെ ഒരു ഷോട്ട് ഇത് കാണിക്കുന്നതാണ്. ഒന്നുമില്ല, ആ വിൻഡോ ക്ലോസ് ചെയ്യുക. പിന്നെ നമ്മൾ വേർ യു ആർ ഗോയിങ്, അവിടെ നിന്നുള്ളിടത്ത് നമുക്ക് എവിടോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടേക്കുള്ളത് ലൊക്കേഷൻ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് സെലക്ട് ഓൺ മാപ്പ് വഴിയും ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പം താമ്പരമാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇപ്പം കണ്ടോ, ബൈക്ക് കാണിക്കുന്നുണ്ട്, ഓട്ടോ കാണിക്കുന്നുണ്ട്, കാറ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ബൈക്കിനാണെങ്കിൽ ഇപ്പോൾ 88 rupees കാണിക്കുന്നത്. അതുപോലെ ഓട്ടോ ആണെങ്കിൽ 219 കാണിക്കുന്നുണ്ട്. ക്യാബിൻ്റെ ചാർജ് നോക്കി 158 ഉള്ളൂ. അപ്പം നോക്കിയിട്ട് ഏതാണോ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് പോകാൻ പറ്റുന്ന അത് ചെയ്യുക. അപ്പോൾ 88 rupees കൊടുക്കുന്നുണ്ട്. റൈറ്റ് ഫെയറിൻ്റെ കാര്യങ്ങൾ ചിലപ്പം എന്താ പറയുന്നത്, പ്രൈസ് മേ വേരി, ഡ്രോപ്പ് ലൊക്കേഷനൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പ്രൈസും ചേഞ്ച് ആവും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെന്ന് ഗോട്ടിറ്റ് കൊടുത്തതിന് ശേഷം ബുക്ക് റൈഡ് കണ്ടില്ലേ താഴെ, അപ്പം നമ്മൾ നേരെ അവിടെ ബുക്ക് റൈഡ് കൊടുക്കുക. ഒന്നുമില്ല, വളരെ ഈസിയാണ്. ഡബിൾ ചെക്ക് പിക്കപ്പ് പോയിൻറ്റ്, നമ്മൾ നിൽക്കുന്ന പോയിൻറ്റ് കറക്റ്റ് ആണോ എന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. അപ്പം പല്ലാവർത്താണ് ഞാൻ നിൽക്കുന്നത്, കറക്റ്റാണ്. അത് ഓൾറെഡി നമ്മുടെ ഇത് ഗൂഗിൾ ഇത് ലൊക്കേഷൻ നമ്മൾ ഓൺ ആക്കിയില്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പം നമ്മളെല്ലാം കൺഫേം ചെയ്യുന്നു. നേരെ കൺഫേം പിക്കപ്പ് എന്ന് താഴെ കണ്ടില്ലേ, അവിടെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക, കൺഫേം പിക്കപ്പ്. അപ്പം എന്താ ഇങ്ങനെ വരും, ഫെയർ ചേഞ്ച് ചെയ്തുകൊണ്ട് 88 എന്നുള്ളത് 91 ആയി. മേ ബി ചെറിയൊരു 2-3 rupees ഒക്കെ ചേഞ്ച് ഉണ്ടാകാം. അപ്പോൾ അതുകൂടെ ഒന്നുകൂടെ കൺഫേം ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ കണ്ടിന്യൂ എടുക്കുക. അപ്പോൾ അവർ നമ്മൾ നോക്കും അടുത്ത ആരുണ്ട്, എല്ലാം ഓട്ടോമാറ്റിക്കലി നോക്കും. ട്രിപ്പ് ഡീറ്റെയിൽസ് വരും. ഓക്കെ, ഒരു ക്ലിക്കിൽ ഇന്ന ആൾ വരും, സെൽവകുമാർ എന്ന് വരും. ഈ ആളാണ് ഇപ്പം നമുക്കിപ്പം ബുക്ക് ചെയ്തപ്പം വരാനുള്ളത്. അപ്പം തന്നെ മെസ്സേജ് അയച്ചു, അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും, ആർ യു കമ്മിങ്, അല്ലെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയാൻ പറ്റും. മോസ്റ്റ്ലി ഒരു 1 minute-നകത്ത് തന്നെ നമുക്കൊരു കോൾ വരും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും. നോർമലി അവർ കോൾ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. പേയ്മെൻറ്റ് ക്യാഷായിട്ട് കൊടുക്കാം, GPay, ഏത് ട്രാൻസാക്ഷൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് ജസ്റ്റ് നോക്കാൻ പോകുന്നത് ഓലയാണ്. ഓലയും വളരെ നല്ലതാണ്. ഇവിടെ രണ്ടും ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് നോക്കി. അപ്പം ഓലയാണെങ്കിലും ഓലയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സെയിം തന്നെ സെർച്ച് ഡെസ്റ്റിനേഷൻ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഏതാണോ ഡെസ്റ്റിനേഷൻ അവിടെ നമ്മൾ സെർച്ച് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടോട്ട് ഗുണ്ടി എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് ഓൾറെഡി പോയതാണ്.
അപ്പം ഗുണ്ടി എന്ന് പറഞ്ഞൊരു പ്ലേസ് നമുക്ക് അടിക്കുക. GUINDIY ആണ് ഗുണ്ടി. കണ്ടോ, ഗുണ്ടി GU അടിക്കുമ്പം തന്നെ വരും. ബസ് സ്റ്റാൻഡിലാണോ പോകണ്ടേ, റെയിൽവേ സ്റ്റേഷനാണോ പോകണ്ടേ, അങ്ങനെയുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണിക്കുന്നുണ്ടോ. ഇപ്പോൾ ഇവിടെ ഗുണ്ടിയിലേക്ക് പോകാനായിട്ട് മിനി കാറിന് 185 റുപ്പീസേ ഉള്ളൂ. അതുപോലെ തന്നെ ഓട്ടോ 27. അപ്പോൾ ഓട്ടോ ചാർജ് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ബൈക്കിന് 104 രൂപ. അപ്പം ഇതിനകത്ത് നമുക്ക് ഏതാണോ അഫോർഡബിൾ, ഏതാണോ കംഫർട്ടബിൾ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. നേരത്തെ കണ്ടതുപോലെ കണക്ട് ചെയ്യും. അപ്പം തന്നെ കോൾ വരും. നമ്മളവിടെ നിന്ന് കൊടുത്താൽ മതി, അവർ വരും. ഇത്രേ ഉള്ളൂ. വളരെ ഈസിയാണ്. അപ്പം മെയിനായിട്ട് ഈ 2 ആപ്പാണ്. യൂബറും ഉണ്ട് ഇതിൻ്റെ കൂടെ, പക്ഷേ ഞാനിത് യൂസ് ചെയ്ത് ഇവിടെ ഇത് രണ്ടുമാണ് കംഫർട്ടബിളാണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ചേട്ടൻ വന്നിട്ടുണ്ട്. നമ്മളിത് ബൈക്കാണ്ടോ, ഒരു സ്പ്ലെൻഡർ ബൈക്ക് കൊണ്ട് വന്നിട്ടുണ്ട്. നോർമലി അവർ 2 ഹെൽമെറ്റ് കരുതും. പുള്ളി ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഹെൽമെറ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. പുള്ളിയുടെ ഇല്ല എന്ന് പറഞ്ഞു. ഹെൽമെറ്റ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു സ്ഥലം വരെ പോവാണ്. അവിടെ ചെന്നിട്ട് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ നൈറ്റിലൊക്കെ പോകാനാണെങ്കിലും ഏത് സമയത്തും അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് പോകുന്നതിൻ്റെ ഉള്ളൊരു ഗുണമാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ട്രാഫിക് കഞ്ചഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എയർപോർട്ട് സൈഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ എയർപോർട്ട് സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്തോ കാരണം കൊണ്ട്, അല്ലെ ഈ ഒരു റഷ് ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പീക്ക് ടൈം ആയിരിക്കാം, ഫ്ലൈറ്റ്സ് കൂടുതലായിട്ടുള്ള എന്താണെങ്കിലും ഒരു കഞ്ചഷൻ കാണുന്നുണ്ട്. കണ്ടോ, നല്ല കഞ്ചഷനാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. കാര്യം ബൈക്കുകാർക്ക് ഏതുവഴി വേണേലും കുത്തി കയറ്റിക്കൊണ്ട് പോകാം. അപ്പം നോർമലി ഞാൻ കയറിയപ്പോഴേ പറഞ്ഞു സ്പീഡ് കുറച്ച് പോയാൽ മതി. അതൊക്കെ കംഫർട്ടബിളായിട്ട് അവർ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്പീഡ് കുറച്ച് വളരെ കംഫർട്ടായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ GPay ആണ് ചെയ്ത് കൊടുത്തത്. അതെല്ലാം അക്സെപ്റ്റബിളാണ്. എക്സ്ട്രാ ഒരു ടിപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഇതായിട്ട് തോന്നി എനിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്തിയ പ്ലേസ് കത്തിപ്പാറ അർബൻ സ്ക്വയർ എന്ന് പറഞ്ഞൊരു പ്ലേസാണ്. ഇവിടെ ഒരു ബെസ്റ്റ് ഹാങ് ഔട്ട് പ്ലേസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഫുഡ് കൗണ്ടേഴ്സിൻ്റെ ഒരു ഭയങ്കര ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഇതിൻ്റെ മുകളിൽ കൂടെ ആണെങ്കിൽ ഒരു 4-5 ഫ്ലൈ ഓവേഴ്സ് ചറുപറ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. മെട്രോ പോകുന്നുണ്ട്, ഫ്ലൈറ്റ്സ് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. നമുക്ക് എന്താണോ വേണ്ടത് അതിവിടെ അവൈലബിളാണ്. ഞാൻ കാണാത്ത ഒരുപാട് വെറൈറ്റീസ് എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ സോ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇത്രയും ഫുഡ് കൗണ്ടേഴ്സ് ഇവിടെ കണ്ടിട്ട് പോയി. എല്ലായിടത്തും നല്ല റഷുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് കൗണ്ടേഴ്സിലും അത്യാവശ്യം നല്ല റഷുണ്ട്. അത്യാവശ്യം അവർക്ക് നല്ല ബിസിനസ് ഉണ്ട്. അതുപോലെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. അങ്ങനെ മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് അത് പ്രാക്ടിക്കലി പോസിബിളുമാണ്. ഇതിവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പേസ്ട്രീസ് ഡെസേർട്ട്സ് കിട്ടുന്നതാണ് ഒരു പ്ലേസാണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്, പക്ഷേ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ. പിന്നെ ബ്രാൻഡ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർബക്സ് എല്ലാം ഉണ്ട്. ഇവിടെ ഇല്ലാത്തതായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നൊന്ന് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ അതിൻ്റെ ഒരു സൈഡിൽ നോക്കി പിള്ളേരെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ട്. ഇത് ബബിൾ ടീ ആണ്. ഇതെനിക്ക് ഞാൻ വിചാരിച്ചാണ് കുടിക്കണം. അവിടെ നമുക്ക് കയറാം അവസാനം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഓടിച്ചിട്ട് കണ്ടിട്ട് വരാം. ഇത്രയും സംഭവങ്ങളുള്ളതല്ലേ, എന്തൊക്കെയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് ജസ്റ്റ് ഈ വീഡിയോയിൽ കാണാം. മൊത്തം ഒന്ന് കണ്ടിട്ടുകൂടെ വരാം. അപ്പം നല്ലൊരു ഹാങ് ഔട്ട് പ്ലേസ് കൂടെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെയൊക്കെ ഒരു വേസ്റ്റ് ആയിട്ട് കിടന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഡൗൺ സൈഡിലോട്ട് പോയാൽ ഗെയിം സോൺ ഉണ്ട്. അപ്പം പിള്ളേരെയും കൊണ്ട് വരുന്നവർക്ക് ഒരു ഫുള്ളി പാക്കേജ്ഡ് പരിപാടിയാണ്. കാർ പാർക്ക് ചെയ്യാൻ പുറത്ത് സൗകര്യമുണ്ട്. നേരെ വരിക, ഗെയിം സോണിൽ പോവുക. കാശ് മുടക്കാതെ കളിക്കേണ്ട ഗെയിംസൊക്കെ ഇവിടെ ഉണ്ട്. പിള്ളേർക്ക് ഓടിയും ചാടിയും പാർക്ക്, ചെറിയൊരു മിനി പാർക്ക് എന്നൊക്കെ നമുക്ക് പറയാം. നല്ല പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആണ്. ഒട്ടും അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ ടോയ് ട്രെയിൻ പോലത്തെ സംഭവങ്ങളില്ലേ. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര രസമാണ്. അവർ മാക്സിമം ഇവിടെ ഞാൻ കണ്ട പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇത് കാശ് കൊടുത്ത് നമ്മൾ പ്ലേ സ്റ്റേഷൻസ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് കാശ് കൊടുത്ത് ഗെയിംസ് കളിക്കാം. ഇവിടെ അത്യാവശ്യം നല്ല പൈസയാവും കേട്ടോ ഇതിനൊക്കെ. അതുപോലെ ഇത് ഒരു വെൻഡിങ് മെഷീനാണ്. ഇത് ഞാൻ ഇതിനു മുമ്പ് കണ്ടത് സൗദിയിലാണ്, പലയിടത്തും ഉണ്ടാകും. പിന്നെ അതിന് ശേഷം ഇപ്പം എൻ്റെ കണ്ണിൽപ്പെടുന്ന ഇവിടാണ്. നമുക്ക് ആവശ്യമുള്ള സാധനം ഏതാണെന്ന് നോക്കിയിട്ട് GPay ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴെ വരും, അവിടുന്ന് കളക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി ഗെയിം സോൺസ് ആണ്. ഇവിടെ ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ഗെയിംസ്, ഇങ്ങനത്തെ ഗെയിംസ് എല്ലാം അവൈലബിൾ ആണ്. സോ അവിടുന്ന് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് പിള്ളേർക്ക് ഓടിയും ചാടിയും അവർ മാക്സിമം എൻജോയ് ചെയ്യുക.
ഇവിടെ വരുന്നു, മാക്സിമം എൻജോയ് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, എന്താണോ ഫുഡ്, എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കംഫർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇങ്ങനത്തെ കമ്മൽ, വള, അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഷൂസ് എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരെണ്ണം നോക്കി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വലിയ പ്രൈസൊന്നും പറയുന്നില്ല, പറ്റുവാണെങ്കിൽ ഒരെണ്ണം മേടിക്കണം. എൻ്റെ തൊട്ടടുത്തൊരു സംഭവം കണ്ടോ, പക്ഷേ ഇതിനൊക്കെ അത്യാവശ്യം ഇവന്മാർ വില പറയുന്നുണ്ട് കേട്ടോ. ഈ കമ്മലിനൊക്കെ നമുക്കത് ബാർഗെയിൻ ചെയ്യാനുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മിക്കവാറും പൊക്കും. ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, മുടിഞ്ഞ ബാർഗെയിനിങ്ങാണ് ഇവിടെ എല്ലാം. ഈ ഫിക്സഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ബാർഗെയിൻ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ പണി വാളിപ്പോവും. എന്താണേലും എനിക്ക് നല്ലൊരു പ്രൈസിൽ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒരു കളർ നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിയൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്ക് എത്ര പറയാനായിട്ട് പറ്റുന്നില്ല. ഞാനതിലും ഡ്രസ്സ് ഐറ്റംസ് വേറെ ഒന്നും മേടിച്ചില്ല. എനിക്കൊരു ഷൂസ്, ഒരു കാഷ്വൽ ഷൂസ് അത്യാവശ്യമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. അപ്പം കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. എന്താ രസം. നമ്മുടെ അവിടെ ഇങ്ങനെയൊന്നും ഇല്ലാത്തതിൽ എനിക്ക് സത്യം പറഞ്ഞൊരു വിഷമമുണ്ട്. നമുക്കിങ്ങനെ ഒരു ഹാങ് ഔട്ട് പ്ലേസിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അതാണ് എനിക്ക് അത്ഭുതമായത്. നമ്മൾ ഇത്രയും പേരൊക്കെ വന്ന് പോയിട്ടുവേ, അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാണുമ്പം തന്നെ നമുക്ക് വിട്ടിരിക്കാൻ തോന്നും. അപ്പോൾ ഇവിടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചാ റിപ്പബ്ലിക് എന്നാണ് ഇതിൻ്റെ പേര്. അതൊരു ബബിൾ കൈൻഡ് ഓഫ് ടീ ആണ്. വെറൈറ്റി ഉണ്ട്, വൈഡ് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ആക്ച്വലി വാനില ഓർഡർ ചെയ്തിട്ടുണ്ട്, വാനില ബബിൾസ്. അപ്പോൾ ആ ബബിൾസിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാനിലയുടെ ഒരു സംഭവം ഇട്ടിട്ട് ഒരു ബബിൾസ് സംഭവം ഇടുക, പൊട്ടിക്കുന്നുണ്ടേ നമ്മളെ കൊമ്മള പോലെ വരും. ഇത് കണ്ടോ, ഇതാണ് താഴെ കാണുന്നതാണ് ബബിൾസ്. അപ്പോൾ അത് സ്ട്രോ തന്ന് നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ എന്താ പറഞ്ഞത്, ഇങ്ങനെ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തെ ബബിളില്ലേ, ബബിൾ നമ്മുടെ വായിൽ വരുമ്പോൾ ഇത്തിരി അത്യാവശ്യം വലുതാവും. എന്നിട്ട് അതിങ്ങനെ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പുളിപ്പും ഉള്ള ഒരു ടേസ്റ്റാണ്. അപ്പം അത്യാവശ്യം പ്രൈസ് ഉണ്ട് ഇതിന്. ഒരു എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു 300 റുപ്പീസിന് അടുത്ത് വരും. പക്ഷേ ഇതൊക്കെ നമ്മളൊരു ഇവിടേക്ക് വരുമ്പോഴല്ലേ ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ അവിടെ ഒന്നും കണ്ടിട്ടില്ല, മേ ബി എറണാകുളത്തൊക്കെ കാണും. അപ്പം ഇതാണ് കത്തിപ്പാറ അർബൻ സ്ക്വയർ. അപ്പം നിങ്ങൾക്ക് ചാൻസ് കിട്ടുവാണെങ്കിൽ, ഇവിടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്, ഒരു ഹാങ് ഔട്ട് പ്ലേസുകളാണ്. അപ്പോൾ ഞാൻ തിരിച്ചു പോകാനായിട്ട് റാപ്പിഡോ ഓട്ടോയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ പോയ വഴിക്ക് ഡീവിയേറ്റ് ചെയ്തു. അപ്പം തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതൊക്കെ നല്ലൊരു സെക്യൂരിറ്റി ഒരു കൺസേൺ അവർ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ കത്തിപ്പാറ അർബൻ സ്ക്വയറിനോട് ഇവിടെ വിട പറയുകയാണ്. അപ്പം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്താ പറയുന്നത്, എല്ലാം മൈൻഡെല്ലാം ഫ്രീ ആയി തിരിച്ചു പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.